commitment to those in need. And your powerful words today have touched our hearts. അർജുൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്രത്തോളം സ്വാധീനം ചെലുത്തിയ മണിക്കൂറുകൾ. മണ്ണിനടിയിലോ പുഴയിലോ അതോ ഒഴുകി കടലിൽ ചേർന്നോ എന്നൊന്നും അറിയാതെ അവൻ വരും എന്ന ആത്മവിശ്വാസത്തിൽ തള്ളി നീക്കിയ ദിവസങ്ങൾ. കാത്തിരിപ്പിന്റെ ഉള്ളുനീറ്റുന്ന വേദന എന്തെന്ന മലയാളി അനുഭവിച്ചറിഞ്ഞ 72 ദിനങ്ങൾക്കൊടുവിൽ ഉത്തരമായി ഗംഗാവലിയുടെ അടിത്തട്ടിൽ നിന്ന് ആ ലോറി പൊങ്ങി. ഒപ്പം മനാഫ് എന്ന കറ കളഞ്ഞ പച്ച മനുഷ്യനെ നാട് നെഞ്ചേറ്റുന്നു. മനുഷ്യൻ എന്ന പദം എത്ര മനോഹരമാണെന്നതിന് മനാഫിന്റെ മുഖമാണെന്ന് ഉദാഹരണം. ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ഞാൻ പല ആളുകളും പലതും പറഞ്ഞു വണ്ടി കിട്ടാനാണ്, അർജുനെ കിട്ടാനല്ല. ആ വണ്ടി ഞാൻ ഇപ്പം പറയുന്നു, ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക, അതിന്ന് ഓനെടുക്കുക, ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക്. നമുക്ക് ആ വണ്ടി വേണ്ട, ആ മരവും വേണ്ട, ഒന്നും വേണ്ട. ജൂലൈ 16-നാണ് ശിരൂരിൽ കനത്ത മഴയും മണ്ണിടിച്ചിലും ഉണ്ടായത്. പിന്നാലെ അർജുന്റെ ലോറി കാണാതായി. അന്നു മുതൽ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയാണ് മനാഫ്. അർജുൻ അത്ര പെട്ടെന്നൊന്നും തളരുന്ന ആളല്ല. മണ്ണിനടിയിലാണെങ്കിലും അവൻ പിടിച്ചു നിൽക്കും, അവനെ ജീവനോടെ പുറത്തെത്തിക്കാനാകുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. ലോറിയുടെ GPS സിഗ്നലും അർജുന്റെ ഫോൺ 2 തവണ റിംഗ് ചെയ്ത് നിന്നതുമായിരുന്നു അയാളെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച അർജുൻ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കാനുള്ള കാരണം. ഇടത്തെ ഭാഗത്ത് നോക്കി കിട്ടിയില്ല, വലത്തെ ഭാഗത്ത് നോക്കണോ, അതിനെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. വലത്തെ ഭാഗത്ത് തപ്പാണ്. ഇവർക്ക് മനസ്സിലാവൂലോ അവിടെ ആ വീട്ടിലിരിക്കുന്ന ഓരോ വിഷമം. ആ ഓരോ വിഷമാണ് എന്താവുന്നത്, ഓരോ മലയാളിയും ഇവിടേക്ക് എത്തിപ്പോണത്. സമയമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഇടപെടുന്നു. ഈ വീഡിയോ നിങ്ങൾ ധാരാളം കണ്ടവരാണ്. ഒരു മനുഷ്യന്, ഒരു സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ്, നമ്മൾക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ അത് പ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സഹായിക്കാൻ അവസരം കിട്ടുമ്പോൾ കിട്ടുന്ന അവസരങ്ങളിൽ ഒരു മനുഷ്യനായി അവനെ സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസത്തിൻ്റെ സിംറ്റം എന്ന് പറയുന്നത്. മനാഫ്ക്കൊക്കെ പടച്ചവൻ അങ്ങനെ ഒരു നിയോഗം കൊടുത്തു. വലിയ സങ്കടങ്ങളുണ്ടായി, നഷ്ടങ്ങളുണ്ടായി. ബട്ട് അതിനേക്കാളൊക്കെ അപ്പുറത്ത് അദ്ദേഹം മനസ്സ് തുറന്ന് എപ്പോഴും നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ഒരു മൈക്കിൻ്റെ മുന്നിൽ എങ്ങനെ സംസാരിക്കണമെന്ന് അദ്ദേഹത്തിന് പക്ഷേ ഓർമ്മയുണ്ടാവില്ല. പക്ഷേ വലിയ ഓഡിയൻസിനെ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹം വലിയ ഉയരങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ്. മനാഫ്ക്കൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്നേഹം, ഒരു സ്നേഹോപഹാരം സ്ഥാപന മേധാവികൾ അത് നൽകുകയാണ്. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്നാൽ ബുദ്ധിമുട്ടാകുമെന്ന് തോന്നുന്നു. എഴുന്നേറ്റ് നിൽക്കണോ? ഓക്കെ, സ്റ്റാൻഡപ്പ്. മനാഫ്ക, ഇത് ഞങ്ങളുടെ ഒരു സ്നേഹമാണ്. കാരണം ഞങ്ങൾക്കാർക്കും ഈ അവസരങ്ങൾ ഒരു പഠിച്ചവൻ വരെ അങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നിട്ടില്ല. തന്നാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുമായിരിക്കും. ഒരു കാര്യം കൂടി പറയാനുള്ളത്, എനിക്ക് നിങ്ങളൊരു ചാനൽ തന്നീനു, ലോറി ഉടുമ മനാഫ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ മനുഷ്യന്മാരെന്താ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയതിന് നന്ദി കാണിക്കണം. ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരാനുള്ള കാരണം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ്. ശിരൂര് മൊത്തം നിങ്ങൾ കണ്ടു നിന്നത് കൊണ്ടാണ് ചാനലുകാർ അവിടെ നിന്നത്. അതുകൊണ്ട് എനിക്ക് തന്ന നിങ്ങളെ ചാനൽ ഇന്ത്യയിൽ തന്നെ ഒരാൾ പോലും യൂട്യൂബ് ചാനൽ എന്താ പറയുക, ലോകോത്തര നിലവാരമുള്ളൊരു ചാനലുമാതിരി ആക്കിയിട്ടുണ്ടാവില്ല. ഞാനൊരു 10-15 ലക്ഷം റുപ്യ ഇപ്പം മുടക്കിയിട്ട് അടുത്ത മാസം ലോഞ്ച് ചെയ്യും. അതായത് എന്താ മറ്റേ സാധനം ഉണ്ടല്ലോ, ഓഗ്മെന്റഡ് റിയാലിറ്റി, ഫ്ലൈറ്റ് ഒക്കെ മുന്നിൽ കൂടി പറക്കും, അങ്ങനെ ആക്കും ആ ചാനലിനെ. കാരണം നിങ്ങൾ എനിക്ക് തന്നതാണ്, അത് നിങ്ങളെ അമാനത്താണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു പൈസ പോലും മനാഫിന്റെ പുരയ്ക്ക് കൊണ്ടുപോകില്ല. ഫുള്ള് പാവപ്പെട്ട ആളുകളിലേക്ക് ആ പണം എത്തും, അർഹപ്പെട്ടവർക്ക്. ആദ്യമായിട്ട് ഈ വേദിയിൽ പ്രഖ്യാപിക്കുകയാണ്. അടുത്ത മാസം അതിന്റെ ഇനോഗ്രേഷൻ. വളരെ നല്ല സമയമാണ്. തീർച്ചയായിട്ടും ഇതേപോലെ അൽ-ഇർഷാദ് ഒരു വർഷം 1/2 കോടിയോളം രൂപ ചാരിറ്റി ചെയ്യുന്ന ഒരു സംവിധാനമാണ്. നിങ്ങൾക്ക് അത്തരം ഒരു സാധനം പ്രഖ്യാപിക്കാനുള്ള ഏറ്റവും നല്ല വേദി അൽ-ഇർഷാദ് ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതും കൂടി ഒരു നിയോഗമാണെന്ന് തോന്നുന്നു. മനാഫ്ക്കുള്ള നമ്മുടെ ഒരു സ്നേഹോപഹാരം സമ്മാനിക്കുകയാണ്. ഞാൻ കേരളത്തിൽ ഒരുവിധം എല്ലാ ഒരു ഭാഗത്തും ഓടി നടന്ന് ഒരുപാട് പരിപാടിക്ക് പങ്കെടുത്തിരിക്കുന്നു. പക്ഷേ
ഞാൻ ഈ ഫസ്റ്റ് കണ്ട വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. Yeah. അതിൻ്റെ ശേഷമുള്ള കണ്ടിക്കണ്. ഭയങ്കര Yes. ഇങ്ങനെ ചെയ്തതിന് ഭയങ്കര നന്ദി. ഡോക്ടർ അമീർ ഹസൻ, സെക്രട്ടറി ഹുസൈൻ സർ, മറ്റ് സ്ഥാപന മേധാവികൾ എല്ലാവരും ചേർന്നു. ഓൾസോ ദ ചീഫ് മിനിസ്റ്റേഴ്സ് നജ ആൻഡ് ഷറാസ്, പ്ലീസ് കം. പ്ലീസ് പ്ലേ മ്യൂസിക്. നിങ്ങളുടെ ഒരു കയ്യടിയും കൂടി അതിൽ വലിയൊരു സംഭവമായിരിക്കും. താങ്ക് യു സോ മച്ച്. അദ്ദേഹം യാത്ര പോകുന്നു മലേഷ്യയിലേക്ക്. അദ്ദേഹത്തിൻ്റെ സമയം ഇനി നമ്മൾ ബുദ്ധിമുട്ടാക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നുന്നു. സ്ഥാപനത്തിലെത്തിയതിലുള്ള എല്ലാവിധ സന്തോഷവും പങ്കുവയ്ക്കുന്നു. ഇനിയും കാണാം കേൾക്കാമെന്ന് മാത്രം വിചാരിക്കുന്നു.